സാധ്യതയില്ല. യോഹന്നാൻ 19:27 പറഞ്ഞത്, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം സ്വന്തം ഭരിച്ചു. അപ്പൊ സഹോദരങ്ങളോട് സമ്മതിക്കില്ലല്ലോ. യേശുവിന്റെയും മറിയത്തിന്റെയും ജീവിത സംഭവങ്ങൾ വിവരിക്കുന്ന ഒരവസരത്തിൽ മറിയത്തിന്റെ മറ്റു മക്കളെ പറ്റി ഒരു പരാമർശവുമില്ല. ആണ്ടുതോറും തിരുനാൾ ദിനങ്ങളിൽ അവർ നടത്തിയ ജെറുസലേം യാത്രയിലോ, യേശുവിനെ ദേവാലയത്തിൽ കാണാതെ ആകുന്ന അവസരത്തിലോ, കാനായിലെ കല്യാണ വിരുന്നിലോ, കാൽവരിയിലെ കല്ലറയിലോ, സെഹിയോൻ മാളികയിലോ മറിയത്തിന്റെ മറ്റു മക്കളെ പറ്റി യാതൊരു പരാമർശവുമില്ല. 1 കൊരിന്ത്യർ 7:37 പറയുന്നു, ആത്മസംയമനം പാലിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും തന്റെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്യുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തി ഉത്തമമാണ് എന്ന്. നമ്മുടെ POC ബൈബിളിന്റെ അടിക്കുറിപ്പിൽ ഇപ്രകാരം പറയുന്നു, ഈ വാക്യം വിവാഹബന്ധത്തിൽ ഏർപ്പെടാതെ ബ്രഹ്മചര്യവ്രതം പാലിച്ചുകൊള്ളാമെന്ന വാഗ്ദാനത്തോടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുകയെന്ന ഒരു ആചാരത്തെയാവാം സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊരു പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കും, പക്ഷേ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരിക. നീതിമാനായ യോസേപ്പ്, കൃപ നിറഞ്ഞവളായ മറിയവും ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നതായി മറിയത്തിന്റെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാം. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് ലൂക്ക 1:31 പറഞ്ഞുണ്ടല്ലോ. നീ അവന് യേശു എന്ന് പേരിടണം എന്ന് ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തെ അറിയിച്ചപ്പോൾ മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ പുരുഷനെ ഇല്ലാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് മറിയം ദൂതനോട് ചോദിക്കുന്നു. ദൂതന്റെ വെളിപ്പെടുത്തലിന് കന്യകയായി മറിയത്തിന് ഒരേ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. പുരുഷനെ അറിഞ്ഞവളായ ഒരു കന്യക അറിയാത്തവളായ ഒരു കന്യക എങ്ങനെ ഗർഭം ധരിക്കും? വിവാഹ വാഗ്ദാനം കഴിഞ്ഞ ഈ കന്യക പുരുഷനെ അറിയുവാൻ ആഗ്രഹിച്ചവളായിരുന്നെങ്കിൽ ഈ ചോദ്യം അപ്രസക്തമായിരുന്നു. വിവാഹ ജീവിതത്തിൽ പുരുഷനെ അറിയുന്നതിലൂടെ ഗർഭം ധരിക്കണമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. മറിയത്തിന്റെ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിൽ നിന്ന് വിവാഹ വാഗ്ദാനത്തിന് മുമ്പേ ജോസഫും മറിയവും ബ്രഹ്മചര്യം പാലിക്കാനുള്ള എടുത്തിരുന്നുവെന്ന് മനസ്സിലാക്കാം. കന്യകയിൽ നിന്നാണ് രക്ഷകൻ വരുന്നതെന്ന് മറിയത്തിന് അറിയാമായിരുന്നു. എന്നാൽ കന്യകയായിരിക്കെ കന്യകത്വം നിലനിർത്തിക്കൊണ്ട് താൻ എങ്ങനെ ഗർഭവതിയാകും എന്ന് മറിയം ദൂതനോട് ചോദിക്കുന്നു. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഇവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ലൂക്കാ സുവിശേഷം 1:35-37. അപ്പോ ഇവിടെയുള്ള പ്രശ്നം, മാതാവും യോസേപ്പും കൂടെ ഒരു കുടുംബത്തിലെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മള് മാനുഷികമായി ചിന്തിക്കാൻ പാടില്ല ഇത് കാര്യത്തെക്കുറിച്ച്. ഇതൊക്കെ ദൈവികമായ ചിന്തയാണ്. ദൈവികമായിട്ടുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കണം. മറിയം ഗർഭം ധരിച്ച് പുത്രനെ ഗർഭിണിയായിരിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ യോസേപ്പ് അസ്വസ്ഥനായി അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിങ്ങനെ അസ്വസ്ഥനായി കിടന്നുറങ്ങുമ്പോഴാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, യോസേപ്പ് നീ ഭയപ്പെടേണ്ട, കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവൾ ഗർഭം ധരിച്ചിരുന്നത് ദൈവത്തിന്റെ പുത്രനാണ്, അതുകൊണ്ട് നീ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു യോസേപ്പിന്റെ ജീവിതത്തില് നിർണായകമായ ഒരു സംഭവമാണ്. അതോടുകൂടി യോസേപ്പിലെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. അസ്തിത്വപരമായിട്ടുള്ള ഇതെല്ലാം ഒരു മാറ്റം സംഭവിക്കുകയാണ്. അതിനുശേഷം മറിയത്തെ യോസേപ്പ് കാണുന്നത് എങ്ങനെയായിരിക്കും? ഈ അനുഭവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് നമ്മൾ വെച്ചു നോക്കണം. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ വന്ന് എന്നോട് പറയുകയാണ്, ഇതാണ് സംഭവം എന്ന് പറയാം. ആ സമയത്തിന് ശേഷം പിന്നീട് ഞാൻ ഈ വ്യക്തിയെ, മറിയത്തെ ഞാൻ എങ്ങനെ കാണും? രക്ഷകനായ ദൈവപുത്രന്റെ അമ്മ എന്ന നിലയ്ക്ക് കാണും. അങ്ങനെ കാണാൻ പറ്റുമോ? ഭാര്യ എന്നുള്ള നിലയ്ക്കല്ല, അങ്ങനെ കാണാൻ പറ്റുകയില്ല. തന്നെയാൽ ജഡികമായ ഒരു ചിന്തയോടുകൂടി അവളെ നോക്കാനായിട്ട് സാധാരണ മനുഷ്യർ പറ്റുകയില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് യോസേപ്പ് പിതാവ് നീങ്ങി അതിജീവിക്കും. പക്ഷെ അതിന് കൃപ കിട്ടണം. കൃപ കിട്ടുന്നവർക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ജഡികമായി ചിന്തിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും കൂടെ താമസിച്ച് കഴിഞ്ഞാൽ ഉടനെ സംഗതിയെല്ലാം വേറെ രീതിയിൽ ജഡികമായി മാറുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് കൃപ കിട്ടാത്തവർക്കാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തില് പറയുന്നുണ്ട് ഈ ബ്രഹ്മചര്യത്തെ കുറിച്ച് പറയുമ്പോൾ, മത്തായി 19:12 മുതലുള്ള വാക്യങ്ങള്, കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ, ഇല്ലാത്തവർക്ക് മനസ്സിലാകുകയില്ല. അപ്പൊ ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ചും കന്യാത്വത്തെക്കുറിച്ചും ഒക്കെ കൃപ ലഭിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ കൃപയുടെ പശ്ചാത്തലത്തിലും അഭിഷേകത്തിലും മനസ്സിലാകുമ്പോൾ നമുക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തന്നെയുമല്ല,
ഈ വായിച്ചു കേട്ട് ഇപ്പൊ ഞാൻ കുറെ കൊട്ടേഷൻസ് റെഫറൻസ് ഒക്കെ എല്ലാം പറഞ്ഞു. അവിടെയൊന്നും മറിയത്തിന് വേറെ മക്കളുള്ളതായിട്ട് തെളിവില്ല. മാത്രമല്ല സഹോദരർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നത് പല റെഫറൻസ്. അതുകൊണ്ടാണ് ഈ ബൈബിളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും പിന്നെ സാഹചര്യത്തിൽ നിന്നുമാണ് തെളിവുകൾ എടുത്തുകൊണ്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മറിയത്തിന് വേറെ മക്കളില്ലായിരുന്നു, യോസേപ്പിന് വേറെ മക്കളുമായിട്ട് ഒരിടത്തും ചരിത്ര ലേഖനമില്ല. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് മറിയം നിത്യകന്യകയായിരുന്നു എന്നുള്ള പഠിപ്പിക്കാനുള്ള കാരണം. ഇനി അവിടെ അമലോത്ഭവത്തെക്കുറിച്ച് ഈ അന്നമ്മച്ചേർത്തി പറയുന്നുണ്ട്. പക്ഷെ അമലോത്ഭവം എന്ന് പറയുന്നത് കന്യാത്വവും അമലോത്ഭവവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അമലോത്ഭവം എന്ന് പറയുന്നത് പാപമില്ലാതെ ജനിക്കുന്ന. അതെ, അതായത് അവള് ജന്മപാപം ഇല്ലാതെ മനുഷ്യകുലത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് കന്യാമറിയമാണ്. അതിനുള്ള കാരണം യേശുവിനുള്ള യോഗ്യതയെക്കുറിച്ച്, യേശുവിനെ പ്രസവിക്കാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടി. അതെ, അങ്ങനെ പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കുകയും ഈ അന്നമ്മയുടെ മനസ്സിൽ നിന്നുള്ള ഈ സംശയം മാറ്റണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർ ജീവിച്ചത് വേറൊരു സ്വർഗീയമായ ഒരു ജീവിതമായിരുന്നു. തന്നെയുമല്ല, നമ്മൾ വായിക്കുന്നില്ലേ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മനോഭാവത്തെക്കുറിച്ച് മത്തായി ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. 22-ാമത്തെ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്ത ഒരാൾ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്. യഹൂദ നിയമപ്രകാരം മക്കളില്ലാതെ മരിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങൾ ഉത്പാദിപ്പിക്കണമെന്ന് യേശു അനുശാസിച്ചിട്ടുണ്ട്. അല്ല, മോശ അനുശാസിച്ചിട്ടുണ്ട്. മോശയുടെ നിയമം അങ്ങനെയായിരുന്നു, യഹൂദരുടെ നിയമം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമൻ വിവാഹം ചെയ്തു, സന്താനമില്ലാതെ ഭാര്യ സഹോദരനെ വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു. ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ 7 പേരും അവളെ അവസാനം ആ സ്ത്രീ മരിച്ചു. അതിനാൽ പുനരുത്ഥാനത്തിൽ അവൾ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരുന്നു? ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഈശോയുടെ മറുപടി നോക്കണേ. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി വചനം അറിയത്തില്ലാത്തതുകൊണ്ട്. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പിന്നെയോ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. അതാണ് സംഭവം. അപ്പൊ ദൈവരാജ്യത്തിന്റെ അനുഭവം, ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ത്രീയില്ല, ബന്ധങ്ങളില്ല, അവിടെ സ്ത്രീയില്ല, അവിടെ പുരുഷനില്ല, അവർ ദൈവദൂതന്മാർക്ക് സമന്മാരായിരിക്കും. അവിടെ ഈ ജഡികത ഇല്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് തെളിവാണ്. അത് കൃപ കിട്ടിയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർ വേറെ വല്ലതും പറയും. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനായിട്ടില്ല. അപ്പൊ കൃപ കിട്ടണം. കൃപ കിട്ടിക്കഴിഞ്ഞാൽ മറിയത്തിന് ആ കൃപ കിട്ടിയിരുന്നു, യേശുപിതാവിന് ആ കൃപ കിട്ടിയിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അന്യപിതാവേ, യേശുവിന് മറ്റ് സഹോദരങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള ഈ തർക്ക വിഷയത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രത്യേകിച്ച് ലേഖനങ്ങളിലെയും സുവിശേഷങ്ങളിലെയും ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് വളരെ വ്യക്തമായ ഉത്തരം നൽകി അനുഗ്രഹിച്ചതിന് അങ്ങേക്ക് പ്രത്യേകം നന്ദി. വീണ്ടും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ശാലോമിന് എഴുതുക. ഞങ്ങളുടെ വിലാസം